എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് പ്രകാശിക്കുകയാണ്. യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് തൻ്റെ 30-ാമത്തെ വയസ്സിലാണ്. അതികാലത്ത് നിർജ്ജന സ്ഥലത്ത് ഇരുട്ടുള്ള സമയത്ത് യേശു പ്രാർത്ഥിച്ചാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. യേശു അതികാലത്ത് എഴുന്നേൽക്കുകയാണ്. ഇരുട്ടുള്ള സമയത്ത് തന്നെ നിർജ്ജന സ്ഥലത്ത് പോയി രഹസ്യത്തിൽ കാണുന്ന, തന്നെ അറിയുന്ന പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കനന്തരം യേശു കർത്താവ് ഗലീല കടൽപ്പുറത്ത് പ്രസംഗിക്കുവാൻ തുടങ്ങി. യോഹന്നാൻ തടവിലായ ശേഷമാണ് യേശു തൻ്റെ പ്രസംഗം തുടങ്ങിയത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. തൻ്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം അവിടെ ആ കടൽപ്പുറത്ത് വല നന്നാക്കിക്കൊണ്ടിരുന്ന മീൻപിടുത്തക്കാരായ അന്ത്രയാസിനെയും ശീമോനെയും യേശു വിളിക്കുകയാണ്. അവർ യേശുവിൻ്റെ ശബ്ദം കേട്ടവനെ അനുഗമിച്ചു. അല്പം കൂടി മുൻപോട്ട് പോയപ്പോൾ സെബദിയുടെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും യേശു വിളിച്ചു. അങ്ങനെ അവർ 5 പേർ കഫർനഹൂം എന്ന പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അധികാരത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ മേലുള്ള അശുദ്ധാത്മാവ് യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നീ നശിപ്പിക്കുവാൻ വന്നുവോ? യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും ആ മനുഷ്യനെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് യേശുവിനെ കുറിച്ചുള്ള ശ്രുതി ദേശത്തെങ്ങും പരന്നു. പള്ളിയിൽ നിന്നിറങ്ങിയ യേശു വിശ്രമിക്കുവാൻ തയ്യാറായില്ല. വീണ്ടും തൻ്റെ പ്രഭാഷണം തുടങ്ങുകയാണ്. വൈകുന്നേരമായപ്പോൾ നാനാവ്യാധികളാൽ വലഞ്ഞവരെ, ദീനക്കാരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കി. രാത്രിയായപ്പോൾ അവൻ ഒലിവുമലയിൽ മുട്ടുകുത്തി പ്രാർത്ഥന ആരംഭിച്ചു. യേശു കർത്താവ് അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രവൃത്തി രാത്രി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു എഴുന്നേറ്റ് പ്രകാശിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശു എഴുന്നേറ്റ് പ്രകാശിച്ചത്? ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട്, നമ്മോട് ദൈവത്തിനൊരു ആലോചനയുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എന്തുകൊണ്ട് നാം എഴുന്നേൽക്കണം? എന്തുകൊണ്ട് വിശ്രമമില്ലാതെ യേശു എഴുന്നേറ്റ് പ്രകാശിച്ചു? നിങ്ങൾ ആ സത്യം തിരിച്ചറിയണം. എന്തുകൊണ്ട് ഞാൻ എഴുന്നേൽക്കണം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. പ്രിയപ്പെട്ടവരെ, നാം എന്തുകൊണ്ട് എഴുന്നേൽക്കണം? അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂരിരുട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് 24 മണിക്കൂർ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ജനത്തെ വശീകരിക്കുകയാണ്.
അവൻ ജനത്തെ നാശത്തിൻ്റെ പാതയിലേക്ക് തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എഴുന്നേറ്റ് പ്രകാശിച്ചാൽ, തലപൊക്കി നോക്കിയാൽ ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക് വരാൻ പോവുകയാണ്. അതെ, യേശു എഴുന്നേറ്റ് പ്രകാശിച്ചപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള ശ്രുതി നാടകം പരക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ആ പ്രകാശത്തിലേക്ക് വരികയും ചെയ്തെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ എഴുന്നേൽക്കണം. നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എഴുന്നേൽക്കണം. നിങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കുവാൻ എഴുന്നേൽക്കണം. തളർന്ന കൈകളെ, കുഴഞ്ഞ മുഴങ്കാലുകളെ ബലപ്പെടുത്തുവാൻ, ബലഹീനരെ താങ്ങുവാൻ നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് ക്രിസ്തുവാണ്. തിരിച്ചറിയുക, നാം എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് ക്രിസ്തുവാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.